Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Good morning. Good morning, ma'am.
Personally, good morning to all. ബെനിഫിറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസിന്റെ ബെനിഫിറ്റ്സ് ആണ് നോക്കിയത്. കോസ്റ്റ് ബെനിഫിറ്റ്സ് വരെ പറഞ്ഞല്ലേ. നെക്സ്റ്റ് വരുന്നത് ബിസിനസിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് analytics with automatically generated reports. 6th point കേട്ടോ. Okay. An HMS can give valuable insights regarding operations by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. This helps to make data-driven decisions, improve process, and optimize resources. Okay. Intelligent analytics പറയുന്നത് എന്താണ്? നമ്മൾ HMS ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലുള്ള റിപ്പോർട്ട്സുകളാണ് തയ്യാറാക്കുന്നത്? ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല റിപ്പോർട്ട്സുകൾ നമ്മളതിൽ ജനറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാത്തരം വിശകലനങ്ങൾക്ക് ശേഷം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട്സുകളാണ് നമ്മൾ ഏത് തരം മെട്രിക്സ് ആണെങ്കിലും, അതായത് പ്രത്യേകിച്ച് നമ്മൾ റിയൽ ടൈം റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് പേഷ്യൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒക്യുപ്പൻസി റേറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്ന മറ്റു വരുമാനം അല്ലെങ്കിൽ ഇൻകം ജനറേഷൻസിനെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ട്സുകളും വിശദമായിട്ടുള്ള ഒരു വിശകലനത്തിന് ശേഷം എഫക്റ്റീവ് ആയിട്ടുള്ള വിശകലനത്തിന് ശേഷമാണ് ഏറ്റവും ഇന്റലിജൻസ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർഡ് ആക്കുന്നത്. ഓക്കെ. അപ്പൊ അതായത് രോഗികളുടെ എല്ലാത്തരം എന്തിനെ പറ്റി, പേഷ്യന്റ് ഫ്ലോയിനെ പറ്റി അല്ലെങ്കിൽ ഓക്യുപ്പൻസി റേറ്റ്സിനെ കുറിച്ചിട്ട്, ഇൻകം ജനറേഷൻസ് അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്ന മറ്റു വരുമാനത്തെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം റിപ്പോർട്ട്സുകളും HMS ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ഏത് രീതിയിലുള്ള റിപ്പോർട്ട്സുകളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിനാൽ തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ എന്തെങ്കിലും കാര്യത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അല്ലെ, മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ ഒരു HMS ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വരെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മാത്രമല്ല എല്ലാ രീതിയിലും വിഭവങ്ങള് എല്ലാ റിസോഴ്സും മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ടും HMSൽ തയ്യാറാക്കപ്പെടുന്ന റിപ്പോർട്ട്സുകൾ അതിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ടുള്ള റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് HMSന്റെ ഈ ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്ന ഈ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഇതൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. HMSനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം റിപ്പോർട്ട്സുകളിലും എഫിഷ്യന്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും മികച്ച ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹോസ്പിറ്റലിലെ എല്ലാ ഫ്ലോസിനെ കുറിച്ച്, പ്രത്യേകിച്ച് പേഷ്യന്റ് ഫ്ലോസിനെ കുറിച്ചിട്ടും ഒക്യുപ്പൻസി റേറ്റ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇൻകം ജനറേഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം റിപ്പോർട്ട്സുകളും ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കപ്പെടുന്നത്? ഏറ്റവും പൂർണ്ണമായ വിശകലനത്തിന് ശേഷമാണ് നല്ല രീതിയിലുള്ള റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ ഹോസ്പിറ്റൽസിലെ പ്രത്യേകിച്ച് നമുക്ക് ഡാറ്റാസ് തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു ഡിസിഷൻസ് എടുക്കാനായിട്ട്, പൂർണ്ണമായിട്ട് ഒരു സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട്, അതേപോലെ തന്നെ എന്താണ് വിഭവങ്ങളല്ല എല്ലാ റിസോഴ്സസും മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഒരു ഇൻസൈറ്റ് കൊടുക്കുകയാണ് അല്ലെ ഹോസ്പിറ്റൽ. ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഉൾക്കാഴ്ച നൽകുന്നു എന്നൊക്കെ പറയാം കേട്ടോ. പേജ് നമ്പർ 70 മനസ്സിലായോ ഇന്റലിജന്റ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്? യെസ്. ഇനി മാത്രമല്ല നമ്മൾ ഈ റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കലി ആണ് ഇത് തയ്യാറാക്കപ്പെടുന്നത് അല്ലെ. അതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള എറേഴ്സുകൾ ഒന്നും കൂടാതെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ തന്നെ ലഭ്യമാകുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. Centralized administrative control. An HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process and ensure consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്? HMSന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്? HMS ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അല്ലെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തയ്യാറാക്കപ്പെടുന്നത് അല്ലെ. യെസ്. അതായത് ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനങ്ങളും ഈ HMS എന്ന ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് തയ്യാറാക്കപ്പെടുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും
കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് HMS സോഫ്റ്റ്വെയർസ് ആണ്. HMS സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം ഇതിന്റെ സെൻട്രൽ പാനൽ, സെൻട്രൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്? HMS ആണ് അല്ലെ? യെസ്. അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും, എല്ലാ പ്രോസസ്സുകളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? This can enhance efficiency, minimize errors and better overall patient care. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാത്തരം എഫിഷ്യൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നതിന്, അതേപോലെ തന്നെ ഇറോറുകൾ മിസ്റ്റേക്സുകൾ കുറയ്ക്കാനുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്, ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ അല്ലെ? പേഷ്യന്റ് കെയറിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിസ്റ്റം സഹായിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. Enhance efficiency, minimize errors and better overall patient care. Okay. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടാതെ ഉണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ടോ? എല്ലാം കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഓവറോൾ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകൃതമായ പ്ലാറ്റ്ഫോമിൽ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ തയ്യാറാക്കി അതിന്റെ പ്രോസസ്സുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലെ ഇളവുകളും മറ്റും അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യൻസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഹോൾ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ നിയന്ത്രിക്കുന്നത് ആരാണോ? HMS ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? 7th one. Next one, reduced medical errors. Reduced medical errors. An HMS can help reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug interactions. മെഡിക്കൽ എററുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് HMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാണോ? അതെ, എങ്ങനെയാണ്? എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, അതായത് നമ്മള് പ്രോപ്പർ ആയിട്ട് തന്നെ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ? മിസ് ഡയഗ്നോസിന് പകരം എന്താണ്, ഇപ്പൊ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ ആ പേഷ്യന്റിനെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്. ആ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരെ എന്താണ്, യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്സ് വരാതെ സിസ്റ്റം അത് കൈകാര്യം ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രഗ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ പേപ്പർ വർക്ക്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ തന്നെ സംഭവിക്കാം. ആ ഡ്രഗിന്റെ കംപ്ലീറ്റ് പേരും തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ആ കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ പേര് തന്നെ മാറിപ്പോവാനുണ്ട്. ഏതെങ്കിലും ലെറ്റേഴ്സ് മാറിപ്പോയിട്ടേ അത് ആരെയാണ് ബാധിക്കുന്നത്? പേഷ്യന്റിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസും ഡോക്ടേഴ്സിനും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, യെസ്. അപ്പൊ പേഷ്യന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രഗ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. പ്രത്യേകിച്ച് എല്ലാ മെഡിക്കൽ ടേംസുകളും ഇപ്പൊ ഓരോ മെഡിസിൻസിന്റെയും നമ്മൾ ടെർമിനോളജി പഠിച്ചാണ് അല്ലെ? മെഡിക്കൽ ടേംസ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇറർസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ പേപ്പേഴ്സിലൊക്കെ ചെയ്യുന്ന ഫയലിലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ മിസ്റ്റേക്സ് വരാറുണ്ട്. ഈ ഒരു സിസ്റ്റം ആണ് ഹാൻഡിൽ ചെയ്യുമെന്നാണ്. ഇററുകൾ വന്നാൽ തന്നെ ഇറേഴ്സുകൾ അത് തന്നെ ആ സിസ്റ്റം തന്നെ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്തത് റിഡ്യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസിന്റെ പേരുകൾ മാത്രമേ എടുക്കുള്ളൂ ആ ഒരു പ്രിസ്ക്രിപ്ഷൻസിൽ അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സുമാർ പറയുന്ന അപ്ഡേഷൻസ് എല്ലാം തന്നെ സിസ്റ്റം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനാൽ തന്നെ നമുക്ക് എന്താണ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മെഡിസിൻസിന്റെ പേരുകളിൽ പോലും മിസ്റ്റേക്സുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ HMS എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ എറേഴ്സസ് വരാതിരിക്കാനായിട്ട് ഡോക്ടേഴ്സിനെയും സ്റ്റാഫുകളെയും നഴ്സിനെയും ഒരേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പേഷ്യന്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സും ഡയഗ്നോസിസുമായ എല്ലാ പ്രോസസ്സുകളും ഈസി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സിസ്റ്റമാണ്. അതിനാൽ തന്നെ മെഡിക്കൽ ആയിട്ട് വരുന്ന എല്ലാ റിസ്കുകളും ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വൺ ലാസ്റ്റ് ബെനിഫിറ്റ് ആണ് reduced readmission and rehospitalization rates. Reduced readmission and rehospitalization rates. And HMS can also decrease readmissions and rehospitalization rates by ensuring timely follow-ups. This increases patient outcomes and minimize complication risk. ഈ റീഅഡ്മിഷൻ അല്ലെങ്കിൽ റീഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റീഅഡ്മിഷൻ ആയിട്ട് റീഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് HMS സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആ പേഷ്യന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് അവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. പേഷ്യന്റിനും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്താണ് സിസ്റ്റം ഉപയോഗിച്ചാണ് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് എപ്പോഴും എന്താണ് ഒരു റീഅഡ്മിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല. കാരണം എന്താണ് ഓൾറെഡി സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മാത്രമല്ല നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ ആ പേഷ്യൻസിന് രണ്ടാമത് അത് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. ഓൾറെഡി നമുക്ക് എന്താണ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിൽ നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് ഈ HMS സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്കുകൾ മിനിമൈസ് ചെയ്യാനായിട്ടും ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, രോഗിയെ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാതെ അല്ലെ, ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല അല്ലെ, വരാതെ എന്താണ് ഇപ്പോൾ ഓൺലൈനിലായിട്ട് തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഈസി ആക്കാനായിട്ട് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മറ്റു സങ്കീർണതകൾ ഒഴിവാക്കാനായിട്ടും സിസ്റ്റം പേഷ്യൻസിനെയും ഹോസ്പിറ്റലിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ എന്താണ് ഈ റീഅഡ്മിഷൻസും ഈ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് HMS ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. 9 ബെനിഫിറ്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് HMSന്റെ. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ, then secured hospital data, improved access to patient data, reduced turnaround time, cost effectiveness, intelligent analytics with automatically generated reports, centralized administrative control, reduced medical errors and reduced readmissions and rehospitalization rates. Okay, ഇതിന്റെ ഹെഡ് പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ 6th പോയിന്റ് മുതൽ 9th പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കി. 6th മുതൽ 9th വരെ ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. ഓക്കെ, ശരിയാ. HMSന്റെ കമ്പോണൻസും ബെനഫിറ്റ്സും ആണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്.
HMSന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതിന്റെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണിത്. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതിൽ എന്താണ്? പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഇ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് പോർട്ടൽ. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവാനായിട്ട് ചെറിയൊരു ഡെഫിനിഷൻ പോലെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്നൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നോട്ട് ചെയ്യാം. പേഷ്യന്റ് പോർട്ടൽസ് ആർ healthcare related online applications. എഴുതുന്നുണ്ടോ എല്ലാവരും? Yes. That's what patient portals are healthcare related online applications that allow patients to interact and communicate with their healthcare providers. Such as physician and hospitals. ഒന്നുകൂടി വായിക്കാം, നോക്കാം കേട്ടോ, പറ്റാണോ? Patient portals are healthcare related online applications that allow patients to interact and communicate with their healthcare providers such as physician and hospitals. എഴുതിയോ? യെസ്, ഇത് വായിച്ചു നോക്കിയേ. കാരണം പേഷ്യന്റ് പോർട്ടൽ എന്ന് സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കി. പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്. എന്ത് ഓൺലൈൻ ആണ്? ഹെൽത്ത് കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ് പേഷ്യന്റ് പോർട്ടൽസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതാണ് അതിൽ എന്തുതരം ഇന്ററാക്ഷൻസ് ആണ്? പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് പേഷ്യന്റ് പോർട്ടൽ വഴി സാധ്യമാകുന്നത്, അല്ലെ? യെസ്, അതായത് ഫിസിഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്തില്ല ഈ ഒരു പേഷ്യന്റ് പോർട്ടൽസിൽ സാധ്യമാകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതുവഴി എന്താണ്? പേഷ്യന്റ് പോർട്ടൽ ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് എപ്പോ വേണമെങ്കിലും എന്താണ് ഡോക്ടേഴ്സുമായിട്ടും ഹോസ്പിറ്റൽസുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം കൂടിയാണ് എന്താ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ഇതിലേക്ക് വരാം. ഇതിന്റെ കുറച്ചും കൂടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, the patient portal is unavoidable features of the health information system. HMSന്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫീച്ചർ ആണ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഒന്നാണ് എന്താ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ്സ് എ പ്രോഗ്രാം, അല്ലെ? ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്, അല്ലെ?
like the electronic health record, but what makes it different is that these patients can have secure online entry to the medical records, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. Okay. അപ്പൊ ഈ ഒരു പ്രോഗ്രാം, ഒരു പേഷ്യന്റ് പോർട്ടൽ എന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന റെക്കോർഡ്സ് അതിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. യെസ്, അതായത് പേഷ്യൻസിന്റെ ഓൺലൈൻ എൻട്രി ആണ്. അതായത് ഓൾറെഡി നമ്മളിതൊരു വെബ്സൈറ്റിൽ കൂടി ആയിരിക്കും നമ്മളിതിൽ ലോഗിൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്താണ്, ഇപ്പൊ ഡോക്ടറുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ചെയ്യണമെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടറിന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ബിൽസുകൾ ചെക്ക് ചെയ്യണമെങ്കിലോ മറ്റ് പിന്നെ പേയ്മെന്റ് ആണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിൽ ചെയ്യാൻ സാധിക്കും, പേഷ്യന്റ് പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഓൺലൈൻ എൻട്രി ആണ്. ഇത് ഒരു പ്രോഗ്രാം ആണ്, ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. ഇതിലൂടെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽസുമായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിഷ്യൻസുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഇവരെ അതായത് ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ അത് നേരത്തെ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്കാണ് അവർ പോകുന്നത് അല്ലെ. പിന്നെ അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള ഡോക്ടറിനെ ചൂസ് ചെയ്യാനും ഇഷ്ടമുള്ള ഒരു സമയത്ത് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ഏത് സമയത്താണ് അപ്പോയിന്റ്മെന്റ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്ടറാണ് ഉള്ളത്, അതൊക്കെ അവൈലബിലിറ്റീസ് ഒക്കെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റീസ് ഒക്കെ നമുക്ക് പേഷ്യന്റ് ക്വാർട്ടേഴ്സിൽ നോക്കി കഴിഞ്ഞാലായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, മാത്രമല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പേഷ്യന്റ് പോർട്ടലിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി yes, all they require is smart equipment is avail themselves of the maximum benefits of the feature. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സൗകര്യപ്രദമാണ് അല്ലെ, അതായത് മാക്സിമം അവർക്ക് ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, അതായത് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ചെയ്യാനായിട്ട് ഈ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നുണ്ട്, instead of following the age-old process of arranging a doctor's appointment, they must just log into their account in the patient portal, have an understanding of the availability of the doctors, and make an appointment according to their convenience and doctor's availability. നേരത്തെ പറഞ്ഞ തന്നെ നമ്മള് ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, പഴയ രീതിയിൽ ഓൾഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെ നേരിട്ട് പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ എവിടെയാണ് ഡോക്ടറിനെ കാണുന്നത് അവിടെ പോയിട്ടുള്ള നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം നമുക്ക് എന്താണ് ഓൺലൈനിലൂടെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയതിനു ശേഷം ഏതൊക്കെ ഡോക്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് ഡോക്ടറെ കാണാനും അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണാനായിട്ടുള്ള എല്ലാത്തരം ഫെസിലിറ്റീസും എന്തിലുണ്ട്, പേഷ്യന്റ് പോർട്ടലിൽ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തത് ലോഗിൻ ചെയ്തതിനു ശേഷം ഡോക്ടറുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് എന്താണ്, ആഫ്റ്റർ അറേഞ്ചിങ് ദ അപ്പോയിന്റ്മെന്റ് they can verify the bill and make the payment or set the detail for future payments. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം അടുത്ത ഒരു സെറ്റ് എന്ന് പറയാം, അടുത്ത പ്രോസസ് എന്താണ് അവിടെ നടക്കുന്നത്, നമ്മളെ ബില്ല് പേ ചെയ്യാന്നുള്ളതാണ് അല്ലെ, ബില്ല് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഏത് തരം പേയ്മെന്റിലാണോ എന്നുള്ളത് കാര്യങ്ങൾ അവിടെ പ്രോസസ്സിൽ കാണിക്കും അല്ലെ, ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളത് അവിടെ കാണിക്കും. അതിന്റെ ഡീറ്റെയിൽസ്, ഫ്യൂച്ചർ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കും. നമുക്ക് എന്താണ് അപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ പേയ്മെന്റ് എന്താണ് അതിന്റെ ഫീസ് വരുന്നത്, ആ ഫീസ് കൃത്യമായിട്ട് നമുക്ക് എന്താണ് പേ ചെയ്യാനായിട്ട് അതിന്റെ ബിൽസ് പേ ചെയ്യാനുള്ള സൗകര്യം എന്തിലുണ്ട്, പേഷ്യന്റ് പോർട്ടൽസിലുണ്ടായിരുന്നു. The popularity of the patient portal is grown day by day since it enhances accessibility for patients and keep transparency between the patients and their treatment process. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ഈ പേഷ്യന്റ് പോർട്ടലിലൂടെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ വളരെ ഈസി ആക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, പേഷ്യന്റ് പോർട്ടൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സുകൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡേ ടു ഡേ അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്കും ഇത് സഹായകമാണ് അല്ലെ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിന് ഇതെന്താണ് ബെനിഫിറ്റ്സ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും തമ്മിലുള്ള ഇന്ററാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസ് ഈസി ആക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സുകളാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ബില്ലുകൾ കൃത്യമായിട്ട് അതിൽ പേ ചെയ്യാനും ദെൻ ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കാനും ഇഷ്ടമുള്ള ഒരു സമയത്ത് തന്നെ നമുക്കത് ചൂസ് ചെയ്യാനായിട്ടും, അതായത് പഴയ ഒരു പ്രോസസ് ചെയ്യുന്ന ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനമാണ് എന്താ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓൺലൈൻ പ്രോഗ്രാം. ഓക്കെ, ഹോസ്പിറ്റലിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്താ പേഷ്യന്റ് പോർട്ടൽ എന്ന്
പറയുന്നത്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നേടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ആദ്യം ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ, എന്നിട്ട് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഫീച്ചർ ആണ് കേട്ടോ നമ്മൾ പഠിച്ചത്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഫീച്ചർ ഏതാണ്? പേഷ്യന്റ് പോർട്ടൽ ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മെഡിക്കൽ ബില്ലിംഗ്. മെഡിക്കൽ ബില്ലിംഗ് മെഡിക്കൽ ബില്ലിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് എന്തുണ്ട്? മറ്റു രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾ ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് amount ഓഫ് ടൈം ദാൻ യൂഷ്വൽ. നമ്മള് സാധാരണ പേയ്മെന്റ് ചെയ്യുന്നതിൽ, അതായത് ഡയറക്ട് പേയ്മെന്റ് ചെയ്യുന്നതിൽ കൂടുതൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ പേയ്മെന്റ്സുകളാണ് അല്ലെ? Gone are the days when hospitals spend a major amount of time controlling all the appointments and billing. Now, medical billing features patients billing, insurance details, patient tracking, and payment process. Everything can manage with the capability. You can even accept notification alert if there is any delay or other issues in payment, so that you can take action according to the terms. Okay. ഇവിടെ പറയുന്നത് നമ്മൾ ആദ്യ കാലങ്ങളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പേയ്മെന്റ് ചെയ്യാനാണ് ഒരുപാട് സമയം എടുത്തിരുന്നത് അല്ലെ? പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട ബില്ലിങ്സ് ഒക്കെ അത് എടുക്കാനായിട്ട് അത് നിയന്ത്രിക്കാൻ ഒരുപാട് സമയം ആവശ്യമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, അത് കുറച്ചും കൂടി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സമയം കുറവായിരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ ബില്ലിംഗ് ചെയ്യാനായിട്ട് ഉള്ള എല്ലാ സംവിധാനങ്ങളും HMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് അതായത് മെഡിക്കൽ ബില്ലിംഗിലും പ്രധാനമായിട്ട് വരുന്നത് പേഷ്യൻസിന്റെ ബില്ലിംഗ്, അല്ലെങ്കിൽ അതിൽ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് വരും, പിന്നെ പേഷ്യന്റ് ട്രാക്കിംഗ്, പിന്നെ പേയ്മെന്റ് പ്രോസസ്സ്, ഇതെല്ലാമാണ് വരുന്നത്. ഇപ്പൊ ചിലർ ക്ലെയിം റിലേറ്റഡ് ആയിട്ട് പേ ചെയ്യുന്നവരുണ്ടാവും അല്ലെ? ക്ലെയിം വഴി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് വഴിയുള്ള, അതുകൊണ്ട് അല്ലാതെ എന്താണ് ഡയറക്ട് പേയ്മെന്റ് ഉണ്ട്, ദെൻ GPay അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ പേയ്മെന്റ്സിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് പ്രോസസ്സിലാണോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അത് അവിടെ ആ ഒരു പ്രോസസ്സിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാറ്റ്സുകളും എന്തിലുണ്ടായിരിക്കും ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ആപ്ലിക്കേഷൻസിൽ അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല എന്തെങ്കിലും ഇപ്പൊ നമ്മള് ഒരു പേ ചെയ്തതിനു ശേഷം എന്തെങ്കിലും ചിലപ്പോൾ ഡിലേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ചിലപ്പോ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിലേ വരാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും അല്ലെ? എന്തായിരിക്കും നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുക? ഡിലേ ആവാനുള്ള കാരണം എന്താണ് അല്ലെ? അതിന്റെ ഇഷ്യൂസ്, ആ പേയ്മെന്റ് ഡിലേ ആവാനുള്ള കാരണം എന്താണ്? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ആക്ഷൻസ് അതിൽ തന്നെ ആ ഒരു പ്രോസസ്സിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ ബില്ലിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു എന്താണ് HMSന്റെ മെയിൻ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അതായത് ഇവിടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നെറ്റ് ഇഷ്യൂസ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ചിലപ്പോ പേയ്മെന്റ് ഡിലേ ആവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ എന്താണ്, നമ്മുടെ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫോൺ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അതിലേക്ക് എന്ത് വരും, ഒരു നോട്ടിഫിക്കേഷൻസ് ഇതിനെ കുറിച്ചുള്ള ഡിലേ ആവാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ സിസ്റ്റംസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പേ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നമുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ത്രൂ മെസ്സേജസിലൂടെ, ടെക്സ്റ്റ് മെസ്സേജസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റം വഴി അറിയിക്കാനായിട്ടും സാധിക്കും കേട്ടോ. മെഡിക്കൽ ബില്ലിംഗ്. അപ്പൊ HMSന്റെ മെയിൻ ഫീച്ചറിൽ ഒന്നാണ് എന്താ, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേര് മാത്രം ഓർത്താൽ മതി, എക്സ്പ്ലനേഷൻസ് ഒന്നും പഠിക്കണ്ട. ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ ഫീച്ചറാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. നമ്മൾ നേരത്തെ പേഷ്യന്റ് പോർട്ടൽ പഠിച്ചിട്ടുണ്ട്, സെയിം അതേപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് അതേപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗിൽ വരുന്നത്. ഓക്കെ, just as patient portal, with patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. Patient scheduling എന്ന് പറയുന്നത് ഇത് ആരായിരുന്നു കൈകാര്യം ചെയ്യുന്നത്? പേഷ്യൻസിന് അവരവരുടെ വെബ്സൈറ്റിൽ അവരവരുടെ അക്കൗണ്ട്സിൽ കയറിയിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ്സിന് അവർക്ക് തന്നെ എന്താണ്
അവരുടെ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് ഷെഡ്യൂളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This way, they neither should wait in line in front of the doctor's chamber or clinic or secure to all the clinic repeatedly to have an appointment. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ പഴയ രീതിയിൽ നിന്ന്, അതായത് ഒരു ഡോക്ടറിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കാറുണ്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അല്ലെ. ഡോക്ടറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ ചേംബറിന്റെ മുൻപിൽ വെയിറ്റിംഗ് ടൈംസ് ഒരുപാട് നേരം എടുത്തിട്ട് നമ്മൾ ഡോക്ടറിനെ കാണാറുണ്ടല്ലോ. 1-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറിനെ കാണാറുണ്ട്. ഇതിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഡോക്ടറുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആ ടൈം കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് വഴി നമുക്ക് സഹായിക്കും. ഇതൊരു ആപ്ലിക്കേഷൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, then all the facilities will be available 24/7 with just tap their way. നമുക്ക് 24 മണിക്കൂർ എന്താണ് എല്ലാത്തരം സേവനങ്ങളും, അതായത് വളരെ ഈസി ആയിട്ട് ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ, ഡോക്ടേഴ്സുമാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് ഷെഡ്യൂൾസിന് ഏത് സമയത്തും പ്രത്യേകിച്ച് 24 hours ഉള്ള ഒരു സേവനം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒക്കെ അവൈലബിലിറ്റി കൂടുതലാണ്. യെസ്, they can even go with their convenience with their availability of the doctors and make appointments accordingly. This feature is beneficial to their. Okay. അപ്പൊ ഈ ഒരു, അതായത് പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ മെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഈ ഒരു പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പേഷ്യന്റ് പോർട്ടൽ പഠിച്ച പോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ കൂടിയാണ് എന്താ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതിന്റെ ഫീച്ചേഴ്സിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് മാത്രമേ. പക്ഷെ എന്താണ്, രണ്ടും ഏകദേശം സെയിം തന്നെയാണ് അല്ലെ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ബെനിഫിറ്റ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഫീച്ചർ ആണ് ഈ പ്രിസ്ക്രൈബിംഗ്. ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടോ ക്ലാസ്? പതുക്കെയല്ലേ പോണ? സ്പീഡിൽ പോകുന്നുണ്ടോ? ഈ പ്രിസ്ക്രൈബിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ പ്രിസ്ക്രൈബിംഗ് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ആരാണ്? കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ആണ്. ആക്സസ് ചെയ്യുന്നത് ആരാണ്? ഡിജിറ്റലൈസ്ഡ് സംവിധാനം, ഒരു സിസ്റ്റം ആണ് അല്ലെ. സ്റ്റാഫോ? സ്റ്റാഫാണോ? ആ, this software is a health information system accelerates the complete prescription process normally done by the staff members or medically practitioners office. എന്താ പറയുന്നത് ഇവിടെ? ഈ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്കിലാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സുകൾ ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻസ് നടത്തുന്നത്. ഓക്കെ, they are able to send and fill the prescription of every patient to the pharmacies online. ഡോക്ടർ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ് അപ്പൊ തന്നെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്നതാണ് അല്ലെ. ആപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ആണെങ്കിൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് ഡോക്ടർ സിസ്റ്റേഴ്സിനോട് പറയുന്നത്, നഴ്സുമാരോട് പറയുമ്പോൾ അവര് ഒന്നിനും അവര് ചെയ്യേണ്ട ഡോക്ടേഴ്സ് ചെയ്യും. ആരെങ്കിലും രണ്ടുപേരും ഒരാളായിരിക്കും ചെയ്യുന്നത് അല്ലെ. ഈ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ, ആ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടാണ് സെൻഡ് ചെയ്യുന്നത്? ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് ഫാർമസിയിലേക്ക് അല്ലെ. ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്നും ഫാർമസിയിലെ സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളത് സെൻഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പേഷ്യൻസ് ഓൾറെഡി ഫാർമസിയിലേക്ക് ചെന്നാൽ മാത്രം മതിയോ അല്ലെ. Also, they can place an entire process and take any action if required. This way, the whole process becomes safe and free of error. Okay. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രഗ്സിലായി പ്രിസ്ക്രിപ്ഷൻസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എല്ലാം തന്നെ കുറയ്ക്കാനും ഏറ്റവും സേഫ് ആയിട്ടുള്ള മാനറിൽ പേഷ്യൻസിന് മെഡിസിൻസ് അവൈലബിൾ ആക്കാനായിട്ടും ഈ പ്രിസ്ക്രൈബിംഗ് പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
യെസ്, ഏറ്റവും സേഫ് പ്രോസസ് ആണ്. അതായത് കാരണം എന്താണ്, നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്ന് ഓൾറെഡി സിസ്റ്റം തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ അടിച്ചു കൊടുക്കുന്ന മരുന്നുകളുടെ പേര് തന്നെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതിനാർക്ക് അത് തിരുത്താനായിട്ട് ആർക്ക് പറ്റും? സിസ്റ്റം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കറക്റ്റ് ഇൻഫോർമേഷൻ എന്താണ് അത് മാത്രമേ ഒരിക്കലുള്ളൂ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ ഫാർമസിയിലേക്ക് അത് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും സ്പെല്ലിംഗ് നമ്മൾ കണ്ടിട്ടില്ല, സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ താഴെ വരുന്ന അടിയിലായിട്ട് റെഡ് ലൈൻ വരും, റെഡ് കളറിലുള്ള ലൈൻ വരും, കണ്ടിട്ടുണ്ടോ? യെസ്, എന്താണ് ഒന്നില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഓൾറെഡി സിസ്റ്റം വന്നത് കാണിക്കും, അവര് എന്നത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. എന്തിനാണ് മെഡിക്കൽ പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, ഈ ഇലക്ട്രോണിക്കലി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിസ്ക്രൈബിംഗ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് പ്രിസ്ക്രിപ്ഷൻസ് ഇലക്ട്രോണിക് മെത്തേഡിലൂടെ ഫാർമസിസ്റ്റിലേക്ക് സെൻഡ് ചെയ്യാനും ഏറ്റവും സേഫ് ആയിട്ടുള്ള മാനറിൽ മെഡിസിൻസുകൾ സ്വീകരിക്കാനായിട്ട് പേഷ്യൻസിന് ഈ പ്രിസ്ക്രൈബിംഗ് മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? ഈ ഒരു ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല അല്ലെ, വളരെ എളുപ്പത്തിൽ അല്ലെ, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം സെൻഡ് ചെയ്തെടുക്കാം. വാങ്ങിക്കാൻ മാത്രം സമയം എടുക്കും അല്ലെ. സെൻഡ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ മെഡിസിൻ കിട്ടാനായിട്ട് നമ്മൾ നിൽക്കണം. അത് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. യെസ്, ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത് എന്തിന്റെ ഫീച്ചറാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ഫീച്ചറിൽ ഒന്നാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് HMSന്റെ മറ്റൊരു ഫീച്ചറാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. This is another aspiring features of health information systems, which enables access to patients' details easily. Healthcare providers deliver good healthcare to the patients and mitigate severe condition expense. Remote patient monitoring is അല്ലെങ്കിൽ RPM അത് എക്സ്പാൻഷൻ അണ്ടർലൈൻ ചെയ്യണേ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എക്സ്പാൻഷൻ RPM സ്റ്റാൻഡ് ഫോർ ചോദിക്കാറുണ്ട്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് is really useful for patients who are experiencing chronic health issues. Doctors use information gathered through RPM for monitoring patient health status. നമുക്ക് ആദ്യം മുതൽ നോക്കാം, എന്തായിരിക്കും റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്? റിമോട്ട് എന്തായിരിക്കും? എങ്ങനെയുള്ള രോഗികളിലാണ് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത്? റിമോട്ട് ഏരിയാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ റിമോട്ട് ഏരിയാസ് എന്ന് പറയുന്നത്? ഉള്ളിലുള്ള ഒറ്റപ്പെട്ട ഏരിയാസ് അല്ലെ. ദൂരെയുള്ള ആളുകൾ അല്ലെ, ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഉള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതായത് ആരും നോക്കാനില്ലാത്ത ആൾക്കാർ, അങ്ങനെ അവർക്ക് അഡ്മിറ്റുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവർക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ആശ്രയിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കുറവായതിനാൽ തന്നെ ഈ ഒരു ഓൺലൈൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഡോക്ടേഴ്സുമായിട്ട്, അതായത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നൊരു ആപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ദൂരെ നിൽക്കുന്ന ആൾക്കാർ എല്ലാത്തരം, അതായത് വിദൂര പ്രദേശങ്ങളിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും അവരെ ട്രാക്ക് ചെയ്യാനായിട്ട്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഫോളോപ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നൊരു ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, ഇത് പ്രധാനമായിട്ടും ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കൈകാര്യം ചെയ്ത പേഷ്യൻസിനാണ് കൂടുതലും സഹായകമാകുന്നത്. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള അസുഖങ്ങളാണ്? ഏതൊക്കെയാണ് വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്? വളരെ എങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, എങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും ഇതിൽ വരുന്നത്?
ഹാർട്ട് ലൈൻ പരമായിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, കിഡ്നി ഫെയിലിയേഴ്സ്. ഓക്കെ, പിന്നെ യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കൈകാര്യം പോലെ എന്താ പറയാ, പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ, പാരമ്പര്യമായിട്ടൊന്നല്ല, ഇതുപോലെ മാറാത്ത അസുഖങ്ങൾ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം അല്ലെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസില് മിനിറ്റ് തുറക്കാം മിനിറ്റ് നോക്കണേ ആരും ഭാഗത്ത്. ഓക്കെ, അപ്പോ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രോഗികൾ ആരൊക്കെയാണ്? ഇപ്പോ നിങ്ങൾ പറഞ്ഞു കുറച്ച് പേര് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിൽ, കിഡ്നി ഫെയിലിയർ ഒക്കെ പറഞ്ഞത്. ഇപ്പൊ ചിലപ്പോ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളില്ലേ, ഒരു വർഷത്തിൽ കൂടുതലായിട്ട്, അതായത് അതിന്റെ കാലയളവ് കൂടുതലായിരിക്കും. അതാണ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. കാലയളവ് പ്രശ്നങ്ങളിൽ ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് റിമോട്ട് പേഷ്യന്റ്, അങ്ങനെയുള്ള കേസസ് ഉള്ള എക്സ്പീരിയൻസ് ചെയ്ത പേഷ്യൻസിനാണ് കൂടുതലാണ് ടി ബി പോലുള്ള അങ്ങനെയുള്ള പേഷ്യൻസിനാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കൂടുതൽ സഹായമാകുന്നത്. കാരണം ഡോക്ടേഴ്സിന് എന്താണ് ഇവരെ എപ്പോഴും എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട്, ഇത്തരം രോഗങ്ങളുള്ള ഇത്തരം കണ്ടീഷനുള്ള പേഷ്യൻസിന് ഡോക്ടേഴ്സിന് എപ്പോഴും നിരന്തരമായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഡോക്ടേഴ്സ് യൂസ് ഇൻഫർമേഷൻ ഗ്യാദർ through RPM for monitoring patient health status. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം നമ്മൾ അവരുടെ നിരന്തരം പേഷ്യന്റിന്റെ അവസ്ഥ ഇതാണെന്ന് ഡോക്ടറിന് അറിയാൻ പറ്റും. നിരന്തരം മിക്ക ദിവസങ്ങൾ അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് ഒക്കെ എന്താണ് ആളുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നൊക്കെ വിലയിരുത്താനൊക്കെ ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന ആപ്ലിക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്, നിരന്തരം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഏത് ഏരിയാസിലെ ആൾക്കാരെ, ഒറ്റപ്പെട്ട അല്ലെങ്കിൽ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന പേഷ്യൻസുമാണ് ഏറ്റവും കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, and also these details they can predict or any situation that would or else require serious medical interventions other than chronic health care. RPM is useful for other cases too, such as care for senior citizens, care after discharging patient, treatment for behavioral health and substance abuse, etc. ഇനി നമുക്ക് എന്താണ് ഇത് പേഷ്യന്റിന്റെ സ്റ്റാറ്റസുകൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും സിറ്റുവേഷൻസ് ബേസ്ഡ് ഇപ്പൊ കണ്ടീഷൻസ് ഒക്കെ മോശമാണെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ പ്രൊസീജിയർ ഒക്കെ ആവശ്യമായിട്ട് വരണമെങ്കിൽ എന്താണ് ആ പേഷ്യന്റിനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് കണ്ടീഷൻ മോശമാണ്, ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുടെ ഹെൽത്ത് സ്റ്റാറ്റസിന് മാറ്റമില്ലാതെയൊക്കെ തുടരുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൂടുതലായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ഡോക്ടേഴ്സ് കൊണ്ട് എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആളെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം. ഹെൽത്ത് കണ്ടീഷൻസ് മോശമുള്ള പേഷ്യൻസ്, അതായത് അവരുടെ അസുഖം മൂർഖനാവസ്ഥയിൽ എത്തുന്ന സിറ്റുവേഷനുകൾ, ക്രിട്ടിക്കലേക്ക് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്താണ് കൂടുതൽ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ആവശ്യമായിട്ട് വന്നേക്കാം. ഇനി ഈ RPM എന്ന ഈ ഒരു ഫെസിലിറ്റീസ് യൂസ്ഫുൾ ആവുന്ന മറ്റു കുറച്ച് രോഗികളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസ് അല്ലെ, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള പേഷ്യൻസുകള്. പിന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് പേഷ്യന്റ്, അതായത് ഡിസ്ചാർജ് ചെയ്തിട്ടും പിന്നീടും കെയർ ആവശ്യം വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ചില അസുഖങ്ങളില് ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ RPM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവും.
അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്താ സബ്സ്റ്റാൻസ് മീൻസ് ഇവിടെ വിഷപദാർത്ഥങ്ങൾ അല്ലെ. സബ്സ്റ്റാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ആൽക്കഹോൾക്ക് മാത്രമല്ല, മറ്റ് ഇപ്പൊ എന്താ പറയാ നമ്മുടെ മയക്കുമരുന്ന് പോലുള്ള മറ്റെന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്ന പേഷ്യൻസ് ഉണ്ടാവും. ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നേരിടുന്ന പേഷ്യൻസ് ഉണ്ട്. കുട്ടികൾ വരെ അതിൽ ഉൾപ്പെടും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എന്താണ്, നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ RPM പോലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നു കേട്ടോ. കൂടുതലായിട്ട് ക്രോണിക് ഇഷ്യൂസ് മാത്രമല്ല, ക്രോണിക് ഇഷ്യൂള്ള പേഷ്യൻസ് മാത്രമല്ല ഇത് ഉപകാരപ്പെടുന്നത് ആർക്കൊക്കെയാണ്? സീനിയർ സിറ്റിസൺസിന്, അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന ഡിസ്ചാർജിന് ശേഷമുള്ള പേഷ്യൻസിന്, അതേപോലെ തന്നെ ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസ് യൂസ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പേഷ്യൻസിന് നമുക്ക് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അവിടെയൊക്കെ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ എന്താണ് RPM എന്ന് പറയുന്നത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ളവർക്കാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്? ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ആർക്കാണ്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസിന് അല്ലെ. അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ കൈകാര്യം ചെയ്ത് നിൽക്കുന്ന പേഷ്യൻസിനും, അതേപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിനും, ഡിസ്ചാർജിന് ശേഷം കെയർ ആവശ്യമുള്ള പേഷ്യൻസിനും, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ സബ്സ്റ്റാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഈ RPM പോലുള്ള ഫെസിലിറ്റീസുകൾ യൂസ്ഫുൾ ആണ്. ട്രാക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ നിലയിൽ ഇതിൽ വ്യത്യാസങ്ങൾ വരാതെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ കൂടുതലായിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റർവെൻഷൻസ് നടത്താനായിട്ട് നമുക്ക് എല്ലാത്തരം അനുവാദങ്ങൾ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യൻസിനെ ഓൺലൈൻ ട്രീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട കണ്ടീഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. എത്ര ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, e-prescribing, patient scheduling, medical billing and patient portal അല്ലെ. 5 ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സും. യെസ്, ലാസ്റ്റ് പറഞ്ഞ കൂടിയല്ലോ കേട്ടോ. റാപ്പിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫീച്ചർ അല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ 6 ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ ആണ് കേട്ടോ. റാപ്പിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു കൺക്ലൂഷൻ എന്ന നിലയിലാണ് റാപ്പിംഗ് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കൂടി നോക്കട്ടെ. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore this data can be useful in future for the other lab tests and clinical departments. Okay. What is Master Patient Index? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഹെൽത്ത് കെയർ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അതർ ഓർഗനൈസേഷനും മെഡിക്കൽ പ്രാക്ടീസസിലൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് നോക്കുന്നുണ്ട്. അതായത് ഇതൊരു ടെക്നോളജി ആണ് അല്ലെ. അതായത് നമ്മൾ ഒരിക്കൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതായത് ഒരു പ്രാവശ്യം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഇൻഫർമേഷൻസ് സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാല് പിന്നെന്താണ്, ഒരു പ്രാവശ്യം മാത്രം നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെ. അതായത് പിന്നീട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമേഷൻസ് അവിടെ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല. ഓക്കെ, മാത്രമല്ല ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം സിസ്റ്റത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, അത് നിരവധി ഡാറ്റാബേസുകളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കും. അതായത് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഒരിക്കൽ നൽകിയാൽ പിന്നീട് അത് നിരവധി ഡാറ്റാബേസുമായിട്ട് അതിനെ കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഏത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഹോസ്പിറ്റലിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലും അവിടെ പോയിട്ട് നമ്മൾ പിന്നീട് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ്, ഓൾറെഡി
നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡാറ്റാ ബേസിസിലേക്ക് എന്ത് ചെയ്യും അത് ലഭിക്കുന്ന തരത്തിലാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, ഇനി finding the data manually every time is not needed. Then ease of access to patient details is the most important benefit of using master patient index. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പേഷ്യന്റിന്റെ ഡാറ്റാസ് ഈസി ആയിട്ട് അനായാസം കണ്ടെത്താനായിട്ട് ഈ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് സഹായിക്കുന്നുണ്ട്. Okay, as it is totally automated, minimize the possibility of errors and improve the sake of the information. Okay, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ അതായത് തയ്യാറാക്കിയത് എങ്ങനെയാണ്? ഓട്ടോമാറ്റഡ് ഫോർമാറ്റിലാണ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് നമ്മൾ തയ്യാറാക്കിയത്. അതിനാൽ തന്നെ യാതൊരു മിസ്റ്റേക്സുകളൊന്നും ഇല്ലാതെ തന്നെ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് വളരെ സേഫ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇതിൽ സാധിക്കും. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ സഹായിക്കുന്നതാണ് കേട്ടോ. യെസ്, അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസസ് സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനമാണ്. എന്തിനെ കുറിച്ചുള്ള? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള, ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആണ് പേഷ്യന്റിന്റെ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെ. യെസ്, അതിനെ കുറിച്ചുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ പ്രകാരം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മള് ആദ്യം തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുക്കും. അതായത് ഐഡന്റിഫിക്കേഷന് വേണ്ടി എന്താണ് UHD എന്ന് പറയുന്നത്. UHD കേട്ടിട്ടുണ്ട്? UHD എന്ന് പറയുന്നത് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും അല്ലെ. യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ ID എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അതായത് ഓരോ പേഷ്യൻസിന് എന്തുണ്ടായിരിക്കും? ഒരു UHD ഉണ്ടോ. UHD എന്ന് പറയുന്നത് എന്താണ്? യൂണിക് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, യെസ്, അപ്പൊ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രാവശ്യം അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ നെയിം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടായിരിക്കും, അഡ്രസ് ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ മെഡിക്കൽ ഡീറ്റെയിൽസും എന്തിൽ വരും? ആ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാ ഡാറ്റാബേസിലേക്ക് എന്താണ് അത് ബന്ധിപ്പിക്കപ്പെടുന്ന രീതിയിൽ, അത് ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിനകത്തുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് കേട്ടോ. ഒരിക്കൽ മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ? നമുക്ക് ഒരു രോഗിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എടുക്കണമെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് നോക്കിയാൽ മതി? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലെ UHD നമ്പർ മാത്രം നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ID നോക്കി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് വിശകലനങ്ങളും അതിൽ നിന്ന് നമുക്ക് ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള ഈസി ആയിട്ട് അതൊക്കെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എപ്പോഴും എങ്ങനെയായിരിക്കും? സേഫ് ആൻഡ് സെക്യൂർ മാനറിലായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിൽ ഇത് ഈ ഡാറ്റാസ് ഒരിക്കലും പുറത്തേക്ക് പോകുന്നതല്ല കേട്ടോ. നമുക്ക് ഒരു പേഷ്യന്റിനും എല്ലാ പേഷ്യൻസിനും ഒരേ UHD മാത്രമായിരിക്കും ഉണ്ടാവുക. ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ഐഡിയസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരാളുടെ മാത്രം ഐഡന്റിഫിക്കേഷൻ നമ്പർ മാത്രം അടിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്ര അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. പേഷ്യന്റ് ഇൻഡെക്സ് വരെ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോരാ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you. Okay. Thank you. Nice day.